നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. വരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ദൃശ്യങ്ങൾ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി മൊബൈലിൽ പകർത്തിയതാണ്. അധ്യാപകനായ മണികണ്ഠൻ കഴിഞ്ഞ 18 വർഷമായി സ്കൂളിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് പേനയുടെ മൂടി താഴെ വീണത് എടുക്കാനായി ഡെസ്കിന് മുകളിലൂടെ നോക്കിയതിനാണ് വിദ്യാർത്ഥിയെ വിളിച്ചു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത് എന്ന് കുട്ടിയുടെ പിതാവ് ബാബു പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങൾ ദൃശ്യം പ്രചരിപ്പിച്ചപ്പോഴാണ് ബാബു സംഭവം അറിയുന്നത്. അധ്യാപകൻ മറ്റ് വിദ്യാർത്ഥികളോടും വലിയ ദേഷ്യത്തിലാണ് ഇതിനു മുൻപും പെരുമാറാറുള്ളതെന്നും പറയുന്നു. സംഭവത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകനും ചൈൽഡ് ഹെൽപ്പ് ലൈനിലും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. വരവൂരിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇടപെട്ട് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകുവാൻ തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടിയെ തല്ലിയ സംഭവം ഉണ്ടായത്. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണശ്രമം. പിൻവശത്തെ ചുമർ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ജ്വല്ലറിയുടെ ലോക്കർ റൂമിന്റെ പിറകുഭാഗത്തുള്ള ചുമരാണ് മോഷ്ടാവ് ഒരാൾക്ക് കടക്കാനുള്ള വലിപ്പത്തിൽ തുറന്നിട്ടുള്ളത്. പുലർച്ചെ 2:30 ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ ജ്വല്ലറി ഉടമയെ അറിയിക്കുകയും ഉടമ മൊബൈലിൽ ജ്വല്ലറിയിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കാണാത്തതിനെ തുടർന്ന് സംഭവം കാര്യമാക്കിയിരുന്നില്ല. പിന്നീട് അലാം ശബ്ദിച്ചപ്പോഴാണ് പരിശോധന നടത്തിയതും മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടതെന്നും പറയുന്നു. തുടർന്ന് വടക്കേക്കാട് പോലീസിൽ വിവരമറിയിച്ചു. ഉടനെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖംമൂടി ധരിച്ചിട്ടുള്ളതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ജ്വല്ലറിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ചുമർ തുറന്ന ഭാഗം ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയാണ് മോഷണശ്രമം നടത്തിയിട്ടുള്ളതെന്ന് കരുതുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ചുമർ തുറക്കാൻ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ പോലീസിന് ലഭിച്ചു. ഗുരുവായൂർ ACP വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ പരിശോധന നടത്തുകയും മോഷ്ടാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ നിയോജകമണ്ഡലം ചെയർമാനുമായ ലൂക്കോസ് തലക്കോട്ടൂർ ആവശ്യപ്പെട്ടു. കടവലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കല്ലുംപുറം സ്വദേശി ചീരൻ വീട്ടിൽ മോഹൻ മകൻ 32 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. ജൂലൈ 15 വൈകിട്ട് സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് ചങ്ങരംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോബിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്ന കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോബിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. ജില്ലി മാതാവും റക്സി ഭാര്യയുമാണ്. ലിബിൻ, മേബിൻ എന്നിവർ സഹോദരങ്ങളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി നടത്തുന്ന കോടതി വിളക്ക് എന്ന ചടങ്ങിന് കൂടുതൽ അനുയോജ്യമായ മറ്റൊരു പേര് നൽകുന്നത് പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും കേട്ട ശേഷം 3 മാസത്തിനകം വിഷയം പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയോട് ജസ്റ്റിസ് വി വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു. കോടതി വിളക്ക് എന്ന പേര് മതാചാരപരമായ ഒരു ചടങ്ങിൽ നീതിന്യായ സംവിധാനത്തിന്
പങ്കുണ്ടെന്ന തെറ്റായ ധാരണ പൊതുജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതിയുടെ നടപടി. ജുഡീഷ്യറിയുടെ സ്ഥാപനപരമായ നിഷ്പക്ഷത നിലനിർത്താൻ അനുയോജ്യമായ മറ്റ് പേരുകൾ പരിഗണിക്കുന്നതാണ് ഉചിതമെന്ന് കോടതി വിലയിരുത്തി. അതേസമയം വിളക്ക് വഴിപാട് നടത്തുവാൻ ഭരണഘടനാപരമായ തടസ്സങ്ങളൊന്നും ഇല്ലെന്നും അത് നിരോധിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ചാവക്കാട് കോടതിയിലെ അഭിഭാഷകരും ജീവനക്കാരുമാണ് വർഷങ്ങളായി ഈ ചടങ്ങ് നടത്തിവരുന്നത്. ഇതിൽ ജുഡീഷ്യൽ ഓഫീസർമാർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന വ്യവസ്ഥയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ മധ്യവയസ്കന് ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനെയാണ് ചിറക്കൽ സ്വദേശി വിബീഷ് എന്ന യുവാവ് മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിലിരിക്കുകയായിരുന്ന വനജനെ വിബീഷ് മുഖത്തുൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. ഇവർക്കിടയിൽ വർഷങ്ങളായി വൈരാഗ്യം നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വനജൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദനം നടത്തിയ യുവാവിന് വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ 3 കാറുകൾ ഒന്നിനു പിറകെ ഒന്നായി കൂട്ടിയിടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും 3 വാഹനങ്ങൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ഇന്നലെ രാവിലെയായിരുന്ന സംഭവം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാക്സി കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണം. ഇതോടെ ടാക്സിക്ക് പിറകിൽ വന്ന 2 കാറുകളും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഈ മേഖലയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള തീയതികളിലായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായതും എൽദോമാർ ബെസേലിയോസ് ബാവയുടെ അനുഗ്രഹീത മധ്യസ്ഥതയാൽ പ്രശസ്തി ആർജിച്ചതും പൗരാണികവുമായ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള 15 നോമ്പും ശൂനോയോ പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ആചരിക്കുക. ജൂലൈ 26 ഞായറാഴ്ച ശൂനായോ പെരുന്നാൾ കൊടിയേറ്റവും ജൂലൈ 28 തീയതി ചൊവ്വാഴ്ച മെത്രാഭിഷേക സ്ഥാനാരോഹണത്തിന്റെ 4ാം വാർഷികവും നടന്നിരുന്നു. മെത്രാപോലിത്തമാരുടെയും മലങ്കര സഭയിലെ വന്ധ്യവൈദിക ശ്രേഷ്ഠന്മാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ധ്യാനയോഗങ്ങളും എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ഭക്ഷണവും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകളുടെയും തത്സമയ സംപ്രേഷണം മീഡിയ വിങ് വഴി നടക്കും. നോമ്പനുഷ്ഠാനത്തിലും ധ്യാനത്തിലും പെരുന്നാൾ ആചരണത്തിലും പങ്കെടുക്കുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സഹവികാരി ഫാദർ എൽദോ സാജു, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ അറിയിച്ചു. പഴഞ്ഞി പെരുന്നാൾ എന്ന് പറയുമ്പോൾ സാധാരണ വാദ്യമേളങ്ങളും ഘോഷങ്ങളൊക്കെയാണ് കൂടുതൽ പ്രാമുഖ്യം എന്ന് പറഞ്ഞാൽ ആരാധനയോടൊപ്പം. പക്ഷെ ഈ ശുശ്രൂഷകൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വാദ്യഘോഷങ്ങളും ഇല്ല. തികച്ചും ആരാധനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ദിവസങ്ങൾ ഈ പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്കുള്ളത് എന്നുള്ള വലിയൊരു സന്ദേശം കൂടെ, പ്രത്യേകത കൂടെ ഈ പെരുന്നാളിനുണ്ട് എന്നുള്ളതാണ്. അതായത് 6:45 കൂടി സന്ധ്യാനമസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ 6:45 കൂടി തീർന്ന് ഒരു അരമണിക്കൂർ വചനപ്രഘോഷണം എല്ലാം 7:30 മണിക്ക് ഉള്ളിൽ എല്ലാം തീരാവുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം, രാത്രി ഭക്ഷണം 2 നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ദില്ലിയിലെ AKG ഭവനിൽ അതിക്രമിച്ച് കയറി SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസ് നടപടിക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ചേർന്ന യോഗം CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. എനിക്ക് അക്ബർ MLA, AD ധനീബ്, AM മഹേന്ദ്രൻ, KH സലാം, KM അലി എന്നിവർ സംസാരിച്ചു. MR രാധാകൃഷ്ണൻ സ്വാഗതവും PS അശോകൻ നന്ദിയും പറഞ്ഞു. NSS തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുപൂർണിമ ദിനം ആചരിച്ചു. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. ആധ്യാത്മിക പ്രഭാഷകനും വാൽമീകി രാമായണ നവാഹയജ്ഞാചാര്യനുമായ OS സതീഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ 2 വേദികളിലായി ഒരേ സമയം 3000-ൽ പരം കരയോഗാംഗങ്ങൾ ഹരിനാമ കീർത്തനം ആലപിച്ചു. യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, ഇൻസ്പെക്ടർ N രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഹരിനാമ കീർത്തനാലാപനത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പ്രസാദവും വിതരണം ചെയ്തു.
കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ 3 ദിവസത്തെ ശാസ്ത്രമേളയ്ക്ക് ബുധനാഴ്ച തുടക്കമായി. സ്കൂൾ പ്രധാന അധ്യാപിക പി ജിഷ്മ മേള ഉദ്ഘാടനം ചെയ്തു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള എന്നിവ നടക്കും. അധ്യാപകരായ പാർവതി, ദീപ്തി, PTA, MPTA, SMC അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം പരൂർ കുപ്രവള്ളി GMLP സ്കൂളിൽ പരൂർ പ്രിയദർശിനി ചാരിറ്റി സെല്ലിന്റെയും ആറ്റുപുറം യൂത്ത് വിങ്ങിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂൾ ബാഗ് വിതരണം ചെയ്തു. പ്രിയദർശിനി ചാരിറ്റി സെൽ വൈസ് പ്രസിഡന്റ് മുസ്തഫ പരൂരിന്റെ അധ്യക്ഷതയിൽ 11ാം വാർഡ് മെമ്പറും പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ KP ധർമ്മൻ ബാഗ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുനീർ മുഹമ്മദ്, ടിപ്പു ആറ്റുപുറം, ബക്കർ തൊട്ടേക്കാടൻ, മുരളി പോലിയത്ത, CM ഫാറൂഖ്, ഷിബു K മുഹമ്മദ്, നൌഫൽ തൊട്ടേക്കാടൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് നാസിഫ് തൊട്ടേക്കാടൻ സ്വാഗതവും PTA പ്രസിഡന്റ് ഫാറൂഖ് നന്ദിയും പറഞ്ഞു. മറ്റു ഭാരവാഹികൾ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരാക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന കർക്കിടക മാസ പൗർണമി പൂജ ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി നിഖിലേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജയുടെ ഭാഗമായി കണ്ണകി മാതൃസമിതിയുടെ ലളിത സഹസ്ര നാമാർച്ചനയും ഉണ്ടായിരുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,230 രൂപ, സ്വർണം പവന് 1,05,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചർമ്മം കേച്ചേരി ആയമുക്ക് രായമരക്കാർ കുഞ്ഞാവ മകൻ അബ്ദുൾ ലത്തീഫ് ഹാജി നിര്യാതനായി. 94 വയസ്സായിരുന്നു. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ കേച്ചേരി റേഞ്ച് ഭാരവാഹിയായും ആയമുക്ക് മഹല്ല് പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കബറടക്കം പട്ടിക്കര പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഖദീജ ഭാര്യയാണ്. സമീർ, ഫെമിന, ഹസീന, സെറീന എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.